ഇപ്പോൾ ലീല ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്കൂൾ അടച്ചിട്ടേ ആരും ഇങ്ങോട്ട് വന്നില്ലായിരുന്നു. പക്ഷേ സ്കൂൾ തുറക്കാറായപ്പോൾ നമുക്ക് 2-3 ഗസ്റ്റുകൾ വന്നിട്ടുണ്ട് അല്ലേ ബനൂസേ? എൻ്റെയാറ്റിൽ നിന്ന് ചായയും ആൻറ്റിയും കൊച്ചനും പിള്ളേരും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് എന്നാ സ്പെഷ്യൽ ഉണ്ടാക്കുന്നേ? നമ്മളൊരു തിരുവാതിര പുഴുക്കുണ്ടാക്കാൻ പോവുക. അതിനുള്ള സാധനങ്ങൾ കുറച്ചുകൂടെ വാങ്ങിക്കാനുണ്ട്. അപ്പം നിങ്ങൾ കുഞ്ഞിയും പോപ്പിയും പിള്ളേരെല്ലാം കൂടെ പോയി വാങ്ങിച്ചുകൊണ്ട് പോകുക. കൊച്ചായും കൂട്ടിക്കൊണ്ടേ. ഇപ്പൊ ചായ കൊച്ചായിക്കാണ് ഈ പുഴുക്ക് തിന്നണമെന്ന് ഇപ്പൊ നിർബന്ധം. പിന്നെ പുഴുങ്ങിയ നമ്മള് തിന്നല്ലേ കുഞ്ഞുവേ? ഞാനിത് ഈ കഴിഞ്ഞ ട്രിപ്പ് ഇങ്ങോട്ട് വണ്ടിയെ വന്നപ്പോ ഞാനിങ്ങനെ ആലോചിച്ചതാ, വീട്ടിൽ ചെന്നിട്ട് എന്നാ ഒരു പുഴുക്കുണ്ടാക്കിയേക്കാണ്. അന്നേരം അതിന് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ വന്ന വഴിക്ക് നേരെ ഇങ്ങോട്ട് പോകുന്നില്ലേ, എന്നാ പിന്നെ ഇവിടത്തെ ചായക്കാന്ന് വെച്ചു. വേണോ ഇത് കൂട്ട് പുഴുക്ക്? എന്നാന്നൊന്നും അറിയാം. പുഴുക്ക് വേണോന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് കൂടും അല്ലേ പൊന്നോ? നമുക്ക് പുഴുക്കനുള്ള സാധനമൊക്കെ എടുത്ത് കത്തിയൊക്കെ എടുത്തോ. നമ്മയുടെ കൂടെ പോയിരുന്നതൊക്കെ അരിവൊക്കെ ചെയ്തോ? എന്നൊക്കെയാന്ന് പൊന്നുവിന് അറിയാവോ? ഏത്തക്കായ, ചേന, കപ്പ, 2 ചെറിയ 2 കഷ്ണം, ഉരുളക്കിഴങ്ങ്, പിന്നെ കൂർക്ക, ചേമ്പ്. ഇനി നമുക്ക് പെരക്കാത്തിരിപ്പുണ്ട് പയറും കടലി. നമുക്കിതെല്ലാം കൂടി ഇട്ടൊരു പുഴുക്ക് പുഴുങ്ങാം. ഞങ്ങക്ക് വലിയ താല്പര്യം അല്ലേ? പൊന്നൂര് മുട്ടയും ചോറും മാത്രം മതി. അതാണോ ഇഷ്ടമുള്ളത്? എന്നാ നമുക്ക് തുടങ്ങിയേക്കാം അല്ലേ കുഞ്ഞുമ്മേ? നമുക്ക് ഇഷ്ടം അല്ലേ? എന്നാ നമുക്ക് നമ്മുടെ പുഴുക്കിനുള്ളതെല്ലാം ചെത്തിയെടുക്കാം. അമ്പലത്തിൽ നിന്ന് കിട്ടുമല്ലോ. എന്നാ ടേസ്റ്റ് ആണ്. നമ്മള് വീട്ടിൽ വെച്ച ആ ഒരു സുഖം കിട്ടത്തുള്ളൂ. അതെങ്ങനെയാ? അമ്പലത്തിൽ ഏത് സാധനം വെച്ചാലും വീട്ടില് രസം വെച്ചാൽ ശരിയാകില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ അമ്പലത്തിൽ വെച്ചാല് എനിക്ക് അത് ചില ഇപ്പോഴും എല്ലാരും പറയും ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ലെന്ന്. അമ്പലത്തിൽ എന്നാ ഉണ്ടാക്കിയാലും ഒരു പ്രത്യേകതയാ. എന്നിട്ട് പറയും ഞങ്ങള് അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്നതായി അത്ര ഉക്കുകയെന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടാക്കിയാലും ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോ തമിഴ്നാട്ടിൽ അവരെ ഞങ്ങൾ സദ്യക്ക് വിളിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ, ഇവിടെ വരുന്ന അക്കായുടെ ഒക്കെ വീട്ടിൽ ചെന്നപ്പോ അവിടെ രസം വെച്ചു. എന്നോട് സത്യം പറഞ്ഞ ഞാൻ ചോറുണ്ടതിനേക്കാൾ കൂടുതൽ ഞാൻ രസം വെച്ചു. ഭയങ്കര രുചിയാണ്. ഞാൻ ഈ പച്ചക്കറിയുടെ രസം, സാമ്പാർ ഈ സാധനം തൊട്ടുപോലും നോക്കത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഉത്തർപ്രദേശിൽ പോയ 3-4 വർഷം കിടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ജീവൻ നിലനിർത്താൻ കിട്ടുന്ന കഴിക്കാന്നുള്ളത്. അന്നേരമാണ് രസത്തിനും സാമ്പാറിനും ഒക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായത്. അതെ, എന്നാണേലും നമുക്കതൊക്കെ ഒരു തിന്നാനൊരു ഈ നല്ല സാധനം ഉണ്ടാക്കി തിന്നാനും ഒരു ഭാഗ്യമാണ്. തമിഴ്നാട് പോണ്ടേ? മുന്തിരിപ്പാടം കാണണ്ടേ? പോയാലോ? പോയാലോ? കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ നമ്മള് പോയതല്ലേ? ഇല്ല, പൊന്നൊന്നും കുഞ്ഞില്ലായിരുന്നു, അവനെ ഉള്ളായിരുന്നു. നേരായിരുന്നു. പൊന്നു പോകുന്നുണ്ടോ? പൊന്നുവിനെ ഒരു സ്ഥലത്തും കൊണ്ടുപോകാത്ത ചേട്ടായി എല്ലായിടത്തും കൊണ്ടുപോയി അല്ലേ? അതെ, ഞാൻ വലുതായിട്ട് തന്നെ പോകുന്നാ പറഞ്ഞത്. അതൊക്കെ ചിലപ്പം കാണിച്ചു. ഞാൻ കൊണ്ടുവിടും. അവിടെ അച്ഛൻ വിളിക്കുന്നത് എടാ പോടാന്ന്. കുഞ്ഞി അവിടെയേ പുഴുക്ക് റെഡിയാകുമ്പോ തന്നെ ഞാനിവിടെ പിള്ളേർക്കുള്ള ചിക്കൻ കറി വെക്കുക. പിള്ളേർക്കൊന്നും പുഴുക്ക് വലിയ പിടുത്തം കാണുകയില്ലായിരിക്കും. ചിക്കൻ കറിയും വെച്ച് ചോറും കൂടെ കൊടുക്കാം. പൊന്നൂസ് ബിരിയാണി വേണമെന്നൊക്കെ കേട്ടോ ഇനി പറഞ്ഞിട്ടേ. ബിരിയാണി നമുക്ക് വൈകുന്നേരം റൈസ് ഇരിപ്പുണ്ടല്ലോ, വൈകിട്ട് വേണേ റൈസ് വെച്ച് കൊടുക്കാം. ചിക്കൻ കറി ഉണ്ട്. അതെ, പൊന്നൂനെ പറ്റിക്കാൻ ബിരിയാണി എന്ന് പറയാം. പറ്റീരൊന്നും നടക്കുകയല്ല. അതെ, പറ്റീരൊന്നും നടക്കുകയല്ല. നമ്മളെക്കാളും വിളഞ്ഞെടുത്ത അവള്. അല്ല അച്ചമ്മച്ചി പുഴുക്കിനുള്ള സംഭവമൊക്കെ ചേന വേഗത്തില്ലെന്നും പറഞ്ഞോണ്ടേ ചേന മാത്രം കുക്കറി വേവിക്കാന്നൊക്കെ പറയുന്നുണ്ടോ നോക്കി. ഇപ്പം നമ്മുടെ ചേന മാത്രമേ ഇച്ചിരി വേവ് മടുപ്പാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ചേന മാത്രം ചെത്തി അരിഞ്ഞ് കുക്കറിനകത്തോട്ട് വെക്കാൻ പോവുക. അതിനി വേവട്ടെ. അതിനകത്ത് ഇച്ചിരി ഇതിന് ചേരുന്ന ഉപ്പ് ഇട്ടേ അടുപ്പിലോട്ട് വെക്കാം. അത് അവിടെ നിന്ന് വേവട്ടെ. നമ്മുടെ പുഴുക്കിനുള്ള സാധനങ്ങളെല്ലാം കൂടെ അരയ്ക്കാനുള്ള എല്ലാം കൂടെ എടുക്കാം. പച്ചമുളക്, ജീരകം, ചെറിയ ജീരകം,
ഇനി തേങ്ങയും മഞ്ഞളും ഇട്ടാൽ മതി. ചില സാധനങ്ങൾ നമ്മൾ ഒതുക്കിയെടുക്കുവേ, നല്ലതായിട്ട് അരയ്ക്കുമല്ല. ആ വിശക്കാൻ തുടങ്ങിയോ? നല്ലപോലെ അല്ലേ? ഇപ്പൊ ആകും കേട്ടോ. പുഴുക്ക് ഇപ്പൊ റെഡിയാവും. നമ്മുടെ ചിക്കൻ കറി റെഡിയായോ നമുക്കൊന്ന് നോക്കാം. സെറ്റായെന്ന് തോന്നല്ലേ? വാങ്ങിക്കൊണ്ട് പോയേക്കാം അല്ലേ? ചിക്കൻ കറി കൂട്ടി ആദ്യം ഇച്ചിരി ചോറ് തന്നാലോ? നല്ല വിശക്കുന്നുണ്ട് തന്നേരെ. എന്നിട്ട് പുഴുക്ക് ഇപ്പൊ റെഡി ആകുമ്പോഴത്തേനുവേ അത് കഴിക്കാം. തന്നെ വേണേലും തിന്നാലും കഴിക്കാം. ആയതുകൊണ്ടേ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമുക്ക് അടുപ്പയിൽ വെച്ച് പുഴുക്കുണ്ടാക്കാന്നുള്ള പ്ലാനൊക്കെ മാറ്റിയിട്ട് കുക്കറിലോട്ട് തന്നെ വെക്കാം. അതിനകത്ത് അരപ്പ് വിട്ടല്ലേ? അടച്ച് വെച്ചങ്ങ് വേവിക്കാം. ചായക്കൊച്ച പറഞ്ഞിട്ട് നമ്മൾ പുഴുക്കുണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട്. കടുകൊക്കെ മൂപ്പിച്ചൊഴിച്ചു. ഇനി ചായക്കൊച്ച വിളിച്ചുണ്ടോ? കൊച്ചച്ച പുഴുക്ക് കഴിച്ചു നോക്കിയിട്ട് കൊച്ചച്ചായുടെ അഭിപ്രായം പറയട്ടെ. കൊള്ളാം. ഇതിന്റെ കൂടുതൽ കഞ്ഞിയും കൂടെയാണ്. അത്രം കഞ്ഞിയും കൂടെ കഴിക്കുന്നില്ലേ? ആണോ? എന്നാ കഞ്ഞി തരട്ടെ. അല്ല ഇതാ സാധനം. ഇതാണോ? അതെ. ഇത് ഓരോ സ്ഥലത്ത് പറയുന്ന ഓരോ പേര്. അതെ, സംഭവം കൊള്ളാം. പിന്നെ എന്നാ ചെയ്യണം? കഞ്ഞിയൊന്നും വേണ്ട. കഞ്ഞി വേണ്ടേ? വസ്ത്രം തന്നെ തിന്നാനോ? ഇത് കുഴപ്പമില്ല, നല്ലതാ. ഇച്ചിരി അച്ചാരം കൊണ്ട് താങ്ക് യു. ചരണ്ണ ഇത് നെല്ലിക്കായ ഇതിനെ അമ്പലത്തിൽ വെക്കുന്നതിന്റെ ആ ഒരു സെറ്റപ്പില്ല. എനിക്ക് രാവിലത്തെ കാപ്പി ഞാൻ 11:30 ആയപ്പോഴാണ് കഴിച്ചത്. അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് വിശന്നില്ല. നിങ്ങൾ പുഴുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പുഴുക്കൊക്കെ അടിപൊളിയല്ലായിരുന്നു. സൂപ്പറായിരുന്നല്ലേ? അതെ അല്ലേ? ഇവിടെ ഇപ്പം എനിക്കേതായാലും വൈകുന്നേരത്തേക്ക് ആയാലും പുഴുക്കിരിപ്പില്ല. എനിക്കത് ഇവിടെ ഒരാൾ വാഹന കഴുക് തുടങ്ങിയിട്ട് കുറേ നേരമായി. അവനെ ഏറ്റവും താല്പര്യം വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കുള്ളൂ. ഞാൻ കൊണ്ടെല്ലാം ചെളിയാക്കിയിടും, അവനാ മൊത്തം കഴുകുന്നത്. ഇവിടെ ആകെപ്പാടെ ഉത്തരവാദിത്തമുള്ള ഒരു ചെറുക്കനേ ഉള്ളൂ. കണ്ടോ, ഒരു വണ്ടി കഴുകി മാറ്റിയിട്ട് ഇത് ഇങ്ങോട്ട് മാറ്റിയിട്ടു. എന്നിട്ട് അടുത്ത വണ്ടി കഴുകാനായിട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. വൈകുന്നേരം ഇരിക്കാൻ നല്ല രസമുണ്ടല്ലേ? കാറ്റുമൊക്കെ അടിച്ച് നല്ല സുഖമായിട്ട് ഇരിക്കാം. ചൂടില്ലാത്തതുകൊണ്ട് നല്ല സുഖമുണ്ട്. ഇവിടെ അങ്ങനെ ചൂടില്ല. അമ്പലത്തിന്റെ അവിടെ നിന്നുള്ള കാറ്റ് ഇങ്ങോട്ട് നല്ല പോലെ. അല്ല, ഇത്രയും ദിവസം ചൂട് കാരണം ഉറക്കമില്ലായിരുന്നു. അല്ല, ഇന്നിപ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയില്ലേ? ഇവിടെ ആ അമ്പലത്തിന്റെ അവിടെ നിന്നുള്ള കാറ്റ് നല്ല കാറ്റാ. ആലൊക്കെ നിൽക്കുന്നു. അവിടെ നല്ല തണുപ്പാ, സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇന്നലെ ഉരുണ്ടും മറിഞ്ഞും ഒന്നുമില്ല, കിടന്നു. അവിടെ വെച്ചാൽ മറിഞ്ഞു കുഴപ്പമില്ലേ? ഞങ്ങൾ രാവിലെ കമ്പമൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. പൊന്നൂസിന് മുന്തിരിപ്പാടം കാണണം. പിന്നെ എന്നതാ പൊന്നൂസേ? പിന്നെ എന്നാ കാണണ്ടേ? പോപ്കോൺ വാങ്ങിക്കണം. ഇന്നലെ പോപ്കോൺ ആണ് നിർത്തോണ്ട് വാങ്ങിച്ചോണ്ട് വന്ന മറ്റേ ചോളമായിപ്പോയി. അതുകൊണ്ട് ഇന്ന് പോപ്കോൺ ഒക്കെ വാങ്ങിച്ച് മുന്തിരിയൊക്കെ വാങ്ങിച്ചോണ്ട് വരാം അല്ലേ? താഴോട്ട് നോക്കിയാ പൊന്നൂസേ, കണ്ടോ തമിഴ്നാട് കണ്ടോ? നമ്മളിനി ഇതിലേ ഇറങ്ങി അവിടെ ചെല്ലും. കണ്ടോ മരങ്ങളൊക്കെ നിൽക്കുന്നത്? കണ്ടില്ല, നോക്കിയാ താഴോട്ട് കണ്ടോ? പോകാനാ? അതെ, താഴെ ചെന്നിട്ട് കാണാം അല്ലേ?
ഫസ്റ്റ് നമ്മൾ വന്ന് കയറിയിട്ടേ മുന്തിരിപ്പാടത്ത് കയറി. പക്ഷെ മുന്തിരി ഇപ്പോൾ ഭയങ്കര കുറവാണ്. നല്ല വെയിലായതുകൊണ്ടാണോ എന്തോ മുന്തിരി കുറവാണ്. ഇവിടെ ഇപ്പോൾ കയറുന്നതിന് എൻട്രി പാസ്സൊക്കെ 50 രൂപ വെച്ച് പാസ്സൊക്കെ ആക്കിയിട്ടുണ്ട്. അല്ല നേരത്തെ നമുക്ക് വന്ന് കയറി ഫുള്ള് കണ്ട് കറങ്ങി പോകാമായിരുന്നു. പക്ഷെ ഇപ്പം അത് നടക്കത്തില്ല, പാസ് എടുക്കണം. പക്ഷെ കാണാൻ അധികം ഇല്ല താനും, മുന്തിരി കുറവാണ്. ഇവിടെ പഴമുണ്ട്, പക്ഷെ ഇങ്ങോട്ട് കയറ്റി വിടുന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ട് ഇനി അടുത്ത ഇങ്ങോട്ടാ ചുരുളി പോകാം അല്ലേ. കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ട്. വാങ്ങിച്ച് ചുരുളിക്ക് പോയിട്ട് വരാം. നമ്മൾ വന്ന് ചുരുളിയുടെ അടുത്തുള്ള ഒത്തിരി ശിവലിംഗങ്ങളുള്ള അമ്പലം ഉണ്ടല്ലോ. നമ്മൾ ഇന്നാളെ ഒരു പ്രാവശ്യം വന്നായിരുന്നു ഇവിടെ. അവിടെ എത്തി. കണ്ടോ, പൊന്നൂസ് വന്നപ്പോഴേ ആനയൊക്കെ കണ്ടു. ആനപ്പുറത്ത് കയറിയാലോ? വേണ്ടേ? നമുക്ക് കൊച്ചാ വണ്ടി ഇട്ടിട്ട് വരട്ടെ, എന്നിട്ടേ അകത്തോട്ട് കയറിയിട്ടേ കാണാം കേട്ടോ. ശിവലിംഗങ്ങൾ കൂടാതെ വേറെ ഒത്തിരി പ്രതിമകളുണ്ട്. എത്ര എണ്ണം അല്ലേ, എണ്ണി നോക്കാൻ പറ്റത്തില്ല. എണ്ണിയാ തീരാത്തത്രയേ ഉണ്ട്. ഇത് അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഇതിന്റെ കൂട്ടത്തിലേ ഇത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ചെറുതിന്റെ കൂട്ടത്തിൽ വലിയ വലിയ ഇതും കൂടെ ഉണ്ട്. ഇതിലെ ഇങ്ങനെ കയറി വനത്തിനകത്താന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഇല കയറിട്ടോ. എന്തി നന്ദിയാ, നന്ദി കണ്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ മരം നിൽക്കുന്നുണ്ടോ. മരമൊന്നും വെട്ടിക്കളയാതെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ്. അവിടെ ഉണ്ട് 2 മരം. മരത്തിലെല്ലാം കൂട്ടിയാണിത്, വനത്തിനകത്താണ്. അത് കാണാൻ നല്ല രസമുണ്ടല്ലേ. ചെറുത് ഒത്തിരി എണ്ണം. 1008. അതിനകത്ത് കയറുന്നതിന് 50 രൂപ പാസ്. അതിനകത്ത് ഇന്നാളെ നിങ്ങൾ കയറിയതല്ലേ എടാ? എന്നാ ഉള്ളേ? ഇതുപോലെ കുറെ കൊത്തുപണികളുണ്ടോ? ഏറ്റവും മേളിൽ കയറിട്ടോ. കയറി നോക്കിയാലോ? കയറുന്നോ? വേണ്ടേ? വെളിയിൽ നിന്ന് കണ്ടിട്ട് പോയാൽ മതിയോ? മതി. അന്ന് നമ്മൾ വന്നപ്പോഴേ അവിടെ എല്ലാം ചെറിയ കുഞ്ഞു കുറച്ച് പ്രതിമകളെ ഉള്ളായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അവിടെ എന്നിട്ടൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഓരോരുത്തർ ചെയ്തു കൊടുക്കുന്നതാന്ന് തോന്നുന്നു. എല്ലാം താഴെ സ്പോൺസർഷിപ്പ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് ഈ ശിവലിംഗം എല്ലാം ഓരോരുത്തർ വാങ്ങിച്ചു വെക്കുന്നതാന്ന് പറഞ്ഞു. ഓരോ കാര്യങ്ങൾ സാധിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നതാന്ന് പറഞ്ഞു. ഇവിടെ ഇത്ര ശിവലിംഗം വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ വന്നവർക്ക് ഇത്ര ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടിയതാണോ ഒന്നും ഒരു വിധിയില്ല. ഇതെല്ലാം ഓരോ ഇതല്ലേടാ ഈ അതെല്ലാം മറ്റേ മുനിമാരല്ലേ? ഓരോ മുനിമാരാ. തമിഴ് വായിക്കാൻ അറിയത്തില്ലാത്തോണ്ട് നമുക്ക് അറിയത്തില്ല ഇതൊക്കെ ആരാന്നൊരു പിടിയില്ല. അതിലൂടെ കയറി പോകാൻ തോന്നുന്നു അല്ലേ. നല്ല ചൂടാ, അതുകൊണ്ടേ ഒത്തിരി സമയം നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ. പക്ഷെ അവിടെ ഇരുന്നപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടെ ഒരു തണുപ്പുണ്ടല്ലേ. അല്ലാതെ അങ്ങോട്ടൊക്കെ കയറി ചെല്ലുമ്പോൾ നല്ല ചൂടാ. അത്രേ ഉള്ളൂ. അത് കണ്ടോ, അവരെല്ലാം കൂടി എല്ലാരും കൂടി ഇരിക്കുന്നുണ്ടോ, നിരന്ന്. ഇനി പോയേക്കാം. അടുത്ത എങ്ങോട്ടാ? സുരുളി അങ്ങ് അകത്തോട്ട് കയറി പോകണ്ട, അവിടെ വരെ പോയിട്ട് വരാം അല്ലേ. അവിടെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടോ പൊന്നൂസേ? അതുകൊണ്ടോ അമ്മയും കുഞ്ഞും കണ്ടോ? കുഞ്ഞിനെ അവിടെ ചെന്നപ്പോ താഴെ വെച്ചു. അതിനകത്തുള്ളതെല്ലാം പെറുക്കിയെടുക്കും. അയ്യോ, അതിനകത്തൂടെ എല്ലാം കയറി നടക്കുക. കണ്ടോ, അതിനകത്ത് ആ ജീപ്പിനകത്ത് അവന്മാരെല്ലാം കയറി അതിലുള്ള കവറെല്ലാം എടുത്ത് നിരത്തിയിട്ടുണ്ട്. അതെന്നാ കുഞ്ഞത് ഓടുന്നു. ഉണ്ടോ, അമ്മയുടെ പറയാ കുഞ്ഞ് ഓടുന്നുണ്ടോ? തമിഴ്നാട് ഭയങ്കര ചൂടാ. ഇവിടുത്തെ അത്ര സുഖമൊന്നുമില്ല. ഇല്ല, ഇവിടെ നല്ല സുഖമാണ്. ഇത്ര ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നല്ല
നല്ല കാലാവസ്ഥയാണ്. എന്നാണെങ്കിലും ആ ഒരു ചായക്കട കിട്ടിയാൽ മാത്രം മതി രക്ഷപ്പെടാൻ. അതെല്ലേ? അതെ, തമിഴ്നാട്ടിൽ പോയി ചായക്കട ഇവിടെയൊക്കെ ഇട്ടാൽ ഇഷ്ടംപോലെ മതി. ചായക്കടയുണ്ട്. അവിടുത്തെയൊക്കെ ഭയങ്കര കച്ചവടമാണ്, നല്ല കച്ചവടമാണ്. അതാണ് രക്ഷപ്പെടാം. പൊന്നൂസ് പൊന്നൂസേ. പോകുന്നില്ല, ഇവിടെ നിൽക്കുവാന്നൊക്കെ പറഞ്ഞു. പൊന്നൂസ് പോകാനായിട്ട് ഇതേ വണ്ടിക്കകത്ത് നേരെ കയറി. എന്നിട്ട് ആദ്യം വണ്ടിക്കകത്ത് കയറി. പൊന്നൂസേ, രാവിലെ പറഞ്ഞ് പോകുന്നില്ലതേ. എന്ത് പൊന്നൂസേ? വന്നിട്ട് വരാന്ന് പറ. വന്നിട്ട് വരാന്ന് പറ. ഇതിലൊക്കെ പോയിട്ട് അടുത്ത അവധിക്ക് വരാമെന്ന് പറ. അതെയല്ലേ? കുഞ്ഞാവയും കൊണ്ട് വരണേ. അടുത്ത അവധിക്ക് വരാന്നോ? എന്നാ അടുത്ത അവധിക്ക് കുഞ്ഞാവയും കൂടെ കൂട്ടി വരണം കേട്ടോ. വരുമോ? അപ്പൊ ഇത് വണ്ടി അങ്ങോട്ട് ഇറങ്ങി പോകുന്നതിന്റെ എടുക്കണേ. ടാറ്റാ. ചിരിച്ചു മയക്കുന്നുണ്ട്. അതൊന്ന് ടാറ്റ കാണിക്കുന്നുണ്ടോ? ടാറ്റാ.